നിയമസഭയിൽ ഇന്ന് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുകയാണ്. മുഖ്യമന്ത്രിയുടെ വിവാദ മലപ്പുറം പരാമർശത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്നാണ് സൂചന. ദ ഹിന്ദു അഭിമുഖത്തിലെ മലപ്പുറം പരാമർശവും PR ഏജൻസി ഇടപെടലും ഉന്നയിക്കുന്നതോടെ സഭ ഇന്ന് പ്രക്ഷുബ്ധമാകും. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ പട്ടികയിൽ നിന്ന് നീക്കിയതും പ്രതിപക്ഷം ചോദ്യം ചെയ്യും. ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത് സംഭവിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് സഭയിൽ മുഖ്യമന്ത്രി മറുപടി നൽകും. വരും ദിവസങ്ങളിൽ സഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ UDF പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയാണ്. ആർ റോഷിപാൽ ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആർ റോഷിപാൽ, അവസാന നിമിഷത്തിലെ തന്ത്രങ്ങൾ മെനയുകയാണ് UDF പാർലമെന്ററി പാർട്ടി യോഗം. ഇന്നിപ്പോൾ ചോദ്യോത്തരവേള തന്നെ നടക്കാൻ സാധ്യതയുണ്ടോ? കാരണം ഈ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളിൽ പ്രതിപക്ഷം തുടക്കത്തിൽ തന്നെ പ്രതിഷേധിക്കുമോ, അതല്ല ചോദ്യോത്തരവേള കഴിഞ്ഞു മാത്രമേ പ്രതിഷേധത്തിൻ്റെ മൂഡിലേക്ക് പ്രതിപക്ഷം പോവത്തുള്ളൂ? ഈ മലപ്പുറം പരാമർശം ചർച്ച ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഈ ചോദ്യോത്തരവേള നടത്താൻ അനുവദിക്കുമോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? അരുൺകുമാർ, നിയമസഭയിൽ കടുത്ത നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഏതായാലും പാർലമെന്ററി പാർട്ടി യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലാണ് യോഗം ചേരുന്നത്. ഈ യോഗത്തിലാണ് ഇന്നു മുതൽ അങ്ങോട്ട് നിയമസഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചുള്ള തീരുമാനമുണ്ടാകുക. ഏതായാലും ഇന്ന് സഭയ്ക്കകത്ത് മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖം ഉയർത്തി മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വിവാദ പരാമർശം, അത് PR കമ്പനിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത പ്രതിഷേധത്തിന് തന്നെ തീരുമാനം നേരത്തെ തന്നെ UDF എടുത്തിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്ന് സഭയിൽ കാണുക. ഏതായാലും ഈ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ, അത് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ പട്ടികയിലേക്ക് മാറ്റിയതിലുള്ള പ്രതിഷേധം നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ നേരിട്ട് രേഖാമൂലം തന്നെ അത് അറിയിച്ചിരുന്നു. ആ കാര്യത്തിൽ ആ വിഷയവും ഇന്ന് സഭയിൽ ഉയർത്തും. പക്ഷേ ഏറ്റവും കടുത്ത പ്രതിഷേധമായി മാറുക നിയമസഭയിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖം തന്നെയാണ്. മലപ്പുറം ജില്ലയ്ക്കെതിരെയുള്ള പരാമർശം, അതുമായി ബന്ധപ്പെട്ട് ബന്ധമില്ലെന്ന് മുഖ്യമന്ത്രി ഓഫീസ് വാർത്താക്കുറിപ്പ് ഇറക്കിയെങ്കിലും എന്തുകൊണ്ട് ഈ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യമാണ് പ്രതിപക്ഷം നിയമസഭയ്ക്ക് ഉയർത്തുക. കാരണം PR കമ്പനിയാണ് ഇത്തരം ഒരു കാര്യം ഉൾപ്പെടുത്താൻ, അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചതെന്ന ഹിന്ദു പത്രം വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അങ്ങനെ ഒരു വാർത്താക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമപരിശോധനയോ അതിൽ നിയമ നടപടിയോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് അവിടെ നിയമ നടപടിയിലേക്ക് പോകാത്തത്? കലാപാഹ്വാനത്തിന് ഉതകുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഈ അഭിമുഖത്തിൽ ഉണ്ടായത് എന്നടക്കം പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് മലപ്പുറത്തെ അപമാനിച്ചു എന്ന രീതിയിൽ തന്നെ ഈ വിഷയത്തെ മാറ്റിക്കൊണ്ട് അത് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുള്ള ഒരു പ്രതിഷേധമാകും സഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. റോഷി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലപ്പുറം പരാമർശത്തിൽ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനും അപ്പുറത്തേക്ക് പറയാൻ CPM പാർട്ടിയോ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ആ പരാമർശമുണ്ടല്ലോ, ദിസ് മണി ഈസ് എൻറ്ററിങ് കേരള ഫോർ ആൻറ്റി സ്റ്റേറ്റ് ആൻഡ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് എന്നുള്ളതും കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ പരാമർശം ദ ഹിന്ദുവിലെ അഭിമുഖത്തിൽ ഇല്ലാതായതിനു പിന്നിലും ഒരു PR ഏജൻസിയുടെ കത്തുണ്ട് എന്നാണ് ഹിന്ദു പറയുന്നത്. എന്നാൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരാകരിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു PR ഏജൻസി മുഖ്യമന്ത്രി പറയാത്ത കാര്യം എഴുതി കൊടുത്താൽ അത് അന്വേഷിക്കണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. കാര്യം അതൊരു പ്രദേശത്തെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലുള്ളതാണ്, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതാണ് തുടങ്ങിയ വിഷയങ്ങളിൽ DGPക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും. അപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ദേവകുമാറിൻ്റെ മകൻ TD സുബ്രഹ്മണ്യത്തെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യത്തെ കൈവിട്ടുകൊണ്ട് പാർട്ടിക്കോ മുഖ്യമന്ത്രിക്കോ ഇന്ന് സഭയിൽ പ്രതിപക്ഷത്തോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും സാധ്യമല്ലല്ലോ റോഷി. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ അതേ കാര്യങ്ങൾ ഇന്ന് ആവർത്തിക്കും. CPM പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ മുഖ്യമന്ത്രിയും ഇന്ന് ആവർത്തിക്കും. അതിനും അപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കാനില്ല അല്ലേ? മുഖ്യമന്ത്രി ഈ പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തുമ്പോൾ എന്താണ് വിശദീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർട്ടിയുടെ വിശദീകരണം അത് പ്രതിപക്ഷം എന്തായാലും സഭയിൽ അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. ഈ PR കമ്പനിയുമായി ബന്ധമില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ ഒരു PR കമ്പനിയെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന വിശദീകരണമാകും സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അത് അംഗീകരിക്കാൻ പ്രതിപക്ഷം എന്തായാലും കൂട്ടാക്കുകയുമില്ല. പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. കാരണം ഈ വിഷയം വളരെ പെട്ടെന്ന് തന്നെ അത് ഒതുക്കി തീർക്കാനുള്ള നീക്കം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായി. അതിന്റെ സൂചന കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ നേതാക്കളുടെ പ്രതികരണങ്ങളിലൂടെ കണ്ടതാണ്. കാരണം ഈ വിവാദം ആളിക്കത്തിയാൽ അത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാകാം ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത്. എന്തായാലും ഈ വിഷയം
ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം പ്രതിപക്ഷം എടുത്തതുകൊണ്ട് തന്നെയാണ് അത് സഭയിലേക്ക് എത്തിക്കുന്നതും. ഏതായാലും ഈ PR കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഏറ്റവും പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തുക മലപ്പുറം ജില്ലയ്ക്കെതിരെയുള്ള ആ പരാമർശമാണ്. അത് ഉണ്ടാക്കാവുന്ന വലിയ പ്രത്യാഘാതം, പ്രത്യേകിച്ച് മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ഉണ്ടായത്. മുഖ്യമന്ത്രി അങ്ങനെ പരാമർശം നടത്തിയില്ലെങ്കിൽ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചില്ല എന്ന ചോദ്യം വീണ്ടും വീണ്ടും പ്രതിപക്ഷം ഉയർത്തി. റോഷി തുടരുക. ഇപ്പോൾ നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകണം. മാത്രമല്ല അല്പസമയത്തിനുള്ളിൽ സഭയിലേക്ക് പ്രതിപക്ഷം എത്തും. ഇപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗം നടക്കുകയാണ്. അതിപ്പോൾ അവസാനിക്കും.